ഈ ജിന്നിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജിന്ന് നമ്മുടെ മുമ്പിൽ തന്നെയാണ്. അപ്പൊ ഒരു ജിന്ന് നമ്മുടെ മുമ്പിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു പിന്നെ ചോദിക്കണേ, ജിന്നെ എനിക്കൊരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാകുമോ? ഇതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ജിന്ന് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നു? ജിന്ന് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നു? ജിന്ന് ഞാൻ ജിന്നാണെന്ന് പറഞ്ഞു വന്നു. എങ്ങനെ വന്നു? അത് ഇപ്പോ പല കൊല്ലത്തിൽ ഒരു മരപ്പട്ടിയുടെ കൊലത്തിൽ വരാം. അപ്പൊ ജിന്ന് എന്ന് പറയൂലല്ലോ. അപ്പൊ ജിന്നിന്റെ രൂപത്തിൽ വന്നു. ജിന്ന് എങ്ങനെ വന്നു? ജിന്നിന്റെ രൂപത്തിൽ. ജിന്നിന്റെ രൂപത്തിൽ നിങ്ങൾ കാണുമോ? മനുഷ്യന് കാണാൻ പറ്റും ജിന്നിനെ. ആര് പറഞ്ഞു? ഖുർആൻ എതിരാത്. ആദ്യം അത് പഠിക്കുക. ഒന്ന് പഠിച്ചു എവിടേക്ക്. അതായത് ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ, മലക്കിന്റെ രൂപത്തിൽ വന്നാൽ നിങ്ങൾ കാണുമോ? ഇതാണ് സംശയങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഈ ജിന്നുവാദികൾ ഉണ്ടാക്കിയ ചില തശ്വീശുണ്ട്. അവർ കുറച്ച് കുതന്ത്രങ്ങളുണ്ട്. ഇത് ഇവരുടെ കൂടെ നടന്നും അവരുടെ കൂടെ ചിരിച്ചും വർത്തമാനം പറഞ്ഞൊക്കെ പരിചയമുള്ളത് കൊണ്ടും ഇതൊക്കെ നന്നായിട്ട് അറിയാം നമുക്ക്. അപ്പോ ഒന്ന്, ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ, മലക്കിന്റെ രൂപത്തിൽ വന്നാൽ അവരെ കാണാൻ പറ്റുമോ? അവരെ മനസ്സിലാക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞു ഇല്ല. ആദ്യം മലക്കിന്റെ കാര്യം. മലക്കിന്റെ രൂപത്തിൽ വന്നാൽ മലക്കിനെ കാണാൻ പറ്റുമോ? ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞെന്നറിയോ? ചില ആളുകൾ പറഞ്ഞു, എന്തേ അല്ലാഹു മലക്കിനെ പ്രവാചകനായി വിട്ടില്ല? എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ പ്രവാചകനായി വിട്ടില്ല? ആ ഒരു മലക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാകും. ഇത് ജിബ്രീൽ വന്ന് മുഹമ്മദ് നബിക്ക് കൊടുത്ത് മുഹമ്മദ് നബി അത് പറഞ്ഞു തരണം. എന്തിനാ അത്രയും പ്രയാസം? ആ ജിബ്രീലിന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് അല്ലാഹു ഒരു മനുഷ്യനെ പ്രവാചകനായി അയച്ചു? മാലി ഹാദർ റസൂൽ യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ് ലൗലാ ഉൻസില ഇലൈഹി മലക്ക്. അല്ലാഹു ഒരു മലക്കിനെ അയച്ചുകൂടായിരുന്നോ? അതിന് അല്ലാഹു ഖുർആനിൽ മറുപടി പറഞ്ഞു. എങ്ങനെയാ മറുപടി പറഞ്ഞത്? മലക്കിന്റെ കോലത്തിൽ അയച്ചാൽ നിങ്ങൾക്ക് മലക്കിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. അപ്പം മലക്കിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ മലക്കിനെ പറഞ്ഞു വിടണം. അപ്പൊ ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയണം ഞാൻ മലക്കാണ്. വന്നത് ഒറിജിനൽ മലക്കാൻ തന്നെ വിചാരിച്ചോ? പക്ഷെ നിങ്ങൾക്ക് മലക്കിന്റെ രൂപത്തിൽ കാണാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാക്കണം, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കണം. അപ്പോഴെങ്ങനെ അയക്കണം? മനുഷ്യന്റെ കോലത്തിൽ മലക്കിനെ അയക്കണം. അങ്ങനെ മനുഷ്യക്കോലത്തിൽ ഒരു മലക്ക് വന്ന് നിങ്ങളോട് ഞാൻ മലക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഖുർആൻ തന്നെ പറയുന്നു, സൂറത്തുൽ അൻആമിൽ തന്നെ പറയുന്നു, 9-ാമത്തെ ആയത്തിൽ പറയുന്നു, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. സൂറത്തുൽ അൻആമിലെ 9-ാമത്തെ ആയത്ത്. അതായത് വലൗ ജഅൽനാഹു മലക്കൻ, ഒരു മലക്കിനെയാണ് നാം ആക്കുന്നതെങ്കിൽ അതിനു വേണ്ടി ലജഅൽനാഹു റജുലൻ, നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും പറ്റുന്ന രൂപത്തിലാക്കുമ്പോൾ ഒരു മനുഷ്യനായിട്ട് തന്നെ പറഞ്ഞു വിടേണ്ടി വരും. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെ ആക്ഷേപം പറയണോ അത് പറയും. ഇതെന്ത് മലക്ക്? ചിരിക്കണ മലക്കോ? കഴിക്കുന്ന മലക്കോ? നടക്കുന്ന മലക്കോ? പിടിക്കുന്ന മലക്കോ? ഇതെങ്ങനെ മലക്കാവും? ഇത് എന്നെ പോലെ മുഹമ്മദ് അഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോൾ ഇന്ന് എന്തൊക്കെ പറയണമെന്നോ അത് മുഴുവൻ അന്ന് പറയും. അപ്പോ മലക്കിന്റെ കോലത്തിൽ അയച്ചാൽ നിങ്ങൾക്ക് മലക്കിനെ കാണാൻ കഴിയില്ല. പിന്നെ മലക്കിനെ അയക്കുകയാണെങ്കിൽ മനുഷ്യന്റെ കോലത്തിൽ അയക്കേണ്ടി വരും. മനുഷ്യന്റെ കോലത്തിൽ മലക്കൊന്ന് ഞാൻ മലക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ സൂക്കേട് മാറിക്കോളും. നമ്മളിപ്പോ ഒന്ന് കുതിരവട്ടത്തോ അല്ലെങ്കിൽ നൂളംപാറയിലൊക്കെ പോയി വരാം എന്നേ നിങ്ങൾ പറയൂ. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, ജിന്നുകൾ. ആ ജിന്നുകളെ സംബന്ധിച്ച് ജിന്നിന്റെ കോലത്തിൽ ഞാൻ ജിന്നിനെ കണ്ടു എന്നൊരുത്തൻ വാദിച്ചാൽ അവനെ സാക്ഷിക്ക് പോലും പറ്റില്ലെന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, എന്ത്? ഒരിക്കലും നിങ്ങൾക്ക് ജിന്നിന്റെ കോലത്തിൽ കാണുക സാധ്യമല്ല. ജിന്നിന്റെ കോലത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ജിന്നുകളെ കാണുകയില്ല, കാണാൻ കഴിയുകയില്ല. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു. ഖുർആൻ പറയാണ്, ഇന്നഹു യറാക്കും, അവൻ നിങ്ങളെ കാണും. അവൻ മാത്രമല്ല അവന്റെ ഗോത്രവും നിങ്ങളെ കാണും. അവൻ മാത്രമല്ല അവന്റെ ഗോത്രവും നിങ്ങളെ കാണും. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ജിന്നിനെ കാണുമെന്ന് പറഞ്ഞ്? ഖുർആൻ പറയുന്നു എന്ത്? നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല.
അവരുടെ കോലത്തിൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സൂറത്തു അറാഫ് 27-ാമത്തെ ആയത്ത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ജിന്നെ കാണുന്നത്? അതൊന്ന് പറയ്. അപ്പൊ ജിന്നെ കോലത്തിൽ നിങ്ങൾ കാണുവോ? അപ്പൊ അതൊന്ന് വ്യക്തമാക്കട്ടെ, മൈക്കോട്. അതായത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു നിയമം വന്നിട്ടുണ്ട്. അതായത് പിന്നെ ഭർത്താവിനെ കാണാണ്ട് 6 മാസത്തിലധികം നിന്ന് കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് വേറൊരു വിവാഹം കഴിക്കാന്നുള്ളൊരു നിയമം ഈ സംഭവത്തിന്റെ അടിസ്ഥാനമാക്കി തന്നെയാണ് വന്നത്. അപ്പൊ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു സംഭവം സഹീഹാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. അതായത് ഒരു മനുഷ്യനെ ജിന്നുകള് കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ 4 വർഷം അദ്ദേഹത്തെ അവരുടെ കൂടെ കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, അതായത് മുഷ്രിക്ക് ജിന്നും പിന്നെ മുസ്ലിം ജിന്നാണ് എന്നെ കടത്തിക്കൊണ്ടുപോയത്. അപ്പൊ മുഷ്രിക്ക് ജിന്നും മുസ്ലിം ജിന്നും യുദ്ധം ചെയ്തത് ഞാൻ കണ്ട് അവരെന്നെ തടവുകാരനായി പാർപ്പിച്ച്, അത് കഴിഞ്ഞിട്ട് മുസ്ലിം ജിന്ന് ജയിച്ചിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് മറ്റേ ഇവരെ പിന്നെ ഈ അമുസ്ലിമായിട്ടുള്ള ജിന്നുകളെ ഒക്കെ തകർത്ത്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ വീട്ടിലേക്ക് വിട്ടുന്നതാണ് സംഭവം. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം വരുന്നതും ഇതൊക്കെ പറഞ്ഞത്. ഇത് എന്താ മനാർ അൽ സബീല് പിന്നെ മനാർ സബീല്, പിന്നെ അത് അൽബാനി ഇർവ, പിന്നെ റിപ്പോർട്ടഡ് ബൈ അൽ ബൈഹക്കി. അതായത് അവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം മനസ്സിലായി അല്ല? നിങ്ങളുടെ തെളിവ് പറഞ്ഞോളൂ, വാദം പറഞ്ഞോളൂ എല്ലാത്തും. അതായത് ഇപ്പൊ ഈ മനുഷ്യൻ ജിന്നിനെ കണ്ടിട്ടുണ്ടല്ല ആണോ? 4 വർഷം ജിന്നിന്റെ ഒപ്പമല്ല സാധിച്ചത്. ജിന്നിന്റെ രൂപത്തിൽ ആര് കണ്ടു? ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടല്ലോ. ഖുർആന്റെ ആയത്തോ? ഖുർആന്റെ എന്തായത് ജിന്നെ കാണാൻ പറ്റൂലെന്നാ? കാണാൻ പറ്റൂലെന്ന് ഖുർആൻ അതെവിടെയാണ് പറയണത്? സൂറത്തുൽ അഅറാഫ് 27. എന്താ പറയണ? കാണാൻ പറ്റൂലെന്ന്. ജിന്നിനെ കാണാൻ പറ്റൂല. നിങ്ങൾക്ക് ജിന്നിനെ കാണാൻ പറ്റൂല. ജിന്നിനെ കണ്ടു എന്നൊരുത്തൻ വാദിച്ചാൽ, ജിന്നിന്റെ രൂപത്തിൽ കണ്ടു എന്ന് വാദിച്ചാൽ അവൻ കള്ളനാണ്. മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഷഹാദത്തിന് പോലും പറ്റുന്ന ആളല്ലെന്ന് ഇമാം ഷാഫി പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ. സൂറത്തുൽ അഅറാഫിലെ 27-ാമത്തെ ആയത്ത്, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. എന്ത് ചെയ്യും? ഈ ഖുർആന്റെ ആയത്ത് ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? അല്ല, അതിന്റെ അർത്ഥം പറഞ്ഞു. നിങ്ങളെ പിശാചും അവന്റെ ഖബീലകളും കാണും, നിങ്ങൾ അവരെ കാണുകയില്ല. അല്ല, അപ്പൊ പ്രവാചകൻ ജിന്നിനെ കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇതിൽപ്പെടും. അതൊക്കെ മുഅ്ജിസത്തിൽപ്പെടും. അപ്പൊ ഈ സംഭവം അത് എന്താണെന്ന് നിങ്ങൾ പറയുന്നത്? ഇത് കെട്ടുകഥയാണെന്ന്. അത് കെട്ടുകഥയോ അല്ലെന്നുള്ളതല്ല, അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ ജാതി സംഭവങ്ങൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. അത് ഉമർ റളിയല്ലാഹു മാത്രമല്ല, ഖുറാഫി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയോ? ഖുറാഫി, നമ്മൾ പറയും ഖുറാഫികൾ എന്ന് പറയില്ലേ? ഖുറാഫി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? ആരാണ് ഈ ഖുറാഫി? ചരിത്ര പണ്ഡിതന്മാർ പറയുന്ന കാണാം, കിതാബുകളിൽ നിന്ന് വായിച്ചരാ. ഒരു മനുഷ്യനെ ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് പലതും കാണിച്ചു കൊടുത്തു, എന്നിട്ട് അയാളെ തിരിച്ചുകൊണ്ടുവന്നാക്കി. ഇയാൾ കണ്ട കാര്യമൊക്കെ നാട്ടുകാരോട് പറയാൻ തുടങ്ങി. അപ്പൊ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായി തോന്നി. പിന്നെ അവസാനം ആളുകൾ പിന്നെ പറയാൻ തുടങ്ങി, കമാ ഖാലൽ ഖുറാഫി. മനസ്സിലായോ? ഖുറാഫി പറഞ്ഞതുപോലെ. അങ്ങനെയാണ് ഈ ഖുറാഫി എന്ന വാക്കുണ്ടായത്. മനസ്സിലായോ? ഇത്തരം സംഭവങ്ങൾ അഥവാ ഹർക്കുൽ ആദാത്തുകൾ ഒരിക്കലും ദീനിൽ ഒരു ദലീലായി ഒരു കാര്യം സമർത്ഥിക്കാൻ കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്നെങ്കിലും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ കഥ മാത്രമല്ല, പല കഥകളും ഇവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. ഒരു കഥ മാത്രമല്ല, പല കഥകളും ഈ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ തെറ്റിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തട്ടിക്കൊണ്ടുപോയി ജിന്നുകളുമായി സംബന്ധിച്ച മനുഷ്യൻ ചെയ്ത് വസീലത്തു ശിർക്കാണോ? ലൈസ ബി ശിർക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, വസീലത്തു ശിർക്കാണോ അയാൾ ചെയ്തത്? നിങ്ങളൊരു കാര്യം ദലീൽ വെക്കുമ്പോൾ അത് തമ്മിൽ പരസ്പരം യോജിപ്പുണ്ട്. ഒന്ന്, നിങ്ങൾ വാദിച്ചത് ജിന്നിന്റെ കോലത്തിൽ വന്നാൽ, ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ അങ്ങനെ എന്നോട് ജിന്നാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഖുർആനെതിരായി. നിങ്ങൾ ആയത്ത് ഉണ്ട് എന്ന് പോലും, അല്ല അങ്ങനെ ഒരു ആയത്ത് ഖുർആൻ ഉണ്ട് എന്ന് പോലും സഹോദരൻ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ കഥ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആയത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കഥ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം,
ജിന്നിന്റെ കോലത്തിൽ കണ്ടു എന്നൊരുത്തൻ പറഞ്ഞാൽ മൻ സഅമ അന്നഹു യറൽ ജിന്ന ഫഹുവ കാദിബുൻ, ഞാൻ ജിന്നിനെ കണ്ടു എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കള്ളനാണ്. മാത്രമല്ല തുറദ്ദു ഷഹാദത്തുഹു ഇല്ല അയ്യക്കൂന നബിയൻ, അയാൾ നബി അല്ലെങ്കിൽ, കണ്ടോ നിങ്ങൾ ചോദിച്ചില്ലേ നബി കണ്ടിട്ടില്ലെന്ന് ചോദിച്ചില്ലേ, അയാൾ ആ പറഞ്ഞ ആൾ നബി അല്ലെങ്കിൽ അവന്റെ സാക്ഷ്യം തന്നെ തള്ളിക്കളയും. എന്നിട്ട് ആയത്തോതി മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും, നിങ്ങൾ അവരെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല, അവനും അവന്റെ ഖബീലയും നിങ്ങളെ കാണും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. ഖാദിയാനിക്ക് തെളിവ് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുവാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തെളിവായി അവർ ഉദ്ധരിക്കുകയാണ്. ഇതിൽ നിന്നും വിഭിന്നമല്ല വിശ്വാസികളെ, സഹോദരങ്ങളെ. 2013 കേരളം ഒരു പുതിയ ഒരു സംഘടനക്ക് രൂപം കൊണ്ടത് നാം കാണുകയുണ്ടായി. വിസ്ഡം എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. അവരുടെ അടിത്തറ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാത്തവരോട്, അവർ അമ്പിയാക്കന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, അവരോട് പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക, അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അത് ശിർക്കാണോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, ആ ഉപ്പയോടൊരു മകൻ ചോദിക്കാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ശിർക്കല്ല. അപ്പോൾ ഖാദിറല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ശിർക്കാവുകയില്ല. വിശുദ്ധ ഖുർആനിലെ അടിത്തറയായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ആ ഒരൊറ്റ ആയത്ത് മതി. അല്ലാഹു അല്ലാത്ത ശക്തികളോട്, വ്യക്തികളോട്, മഖബറയിൽ ഉള്ളവരോട്, മഹാന്മാരോട് പ്രാർത്ഥിക്കൽ, നേർച്ച നേരൽ, അവരോട് സങ്കടം പറയൽ, സഹായം തേടൽ ശിർക്കാണ്. പക്ഷേ എന്നാ പിന്നെ അവർ ശിർക്കാണ് എന്നതിന് ദുർവ്യാഖ്യാനിക്കുന്ന ഒരായത്താണ് ഏത്? അത് നമ്മൾ പഠിക്കണം. എല്ലാ മുജാഹിദുകളും ഞങ്ങൾ എവിടെ മുഖാമുഖം നടത്തിയാലും പറയാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫാത്തിഹ സൂറത്തിൽ പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നില്ലേ? അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ലേ? എന്നൊക്കെ ചോദിച്ച് രംഗത്ത് വരാറുണ്ട് സഹോദരങ്ങളെ. എന്നാൽ അത് നമ്മളൊന്ന് പഠിക്കാം. അതിനെപ്പറ്റി മുജാഹിദുകൾ പറയുന്നതൊന്ന് കേട്ടോളൂ നിങ്ങൾ. എന്താ മുജാഹിദുകൾ പറയുന്നത്? മുജാഹിദിന്റെ ജിന്നൂരി ഗ്രൂപ്പ്, അതാണല്ലോ ഇവിടെ വന്ന് പരിപാടി നടത്തിയ വിസ്ഡം ഗ്രൂപ്പ്, ഈ ജിന്നൂരി ഗ്രൂപ്പിനോട് ജിന്നുകളെ വിളിച്ച് തേടാൻ പാടില്ല എന്ന് പറയാൻ തെളിവെവിടെ എന്ന് ചോദിച്ചപ്പോ ഒരു ചോദ്യകർത്താവ്, മറുഗ്രൂപ്പിലെ ചോദ്യകർത്താവ് പറഞ്ഞു അത് പാടില്ല എന്ന് ഖുർആനിൽ തെളിവുണ്ട്. ഏതാ തെളിവ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ ജിന്നൂരിസത്തിന്റെ നേതാവ് ചോദിക്കുക, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നിങ്ങൾ ഓതിയാ പോരാ, ആ ആയത്തിൽ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതേ മറുപടിയാണ് നമുക്കും പറയാനുള്ളത്. നിങ്ങൾ അത് കേട്ടോളൂ. ആദ്യം പറയട്ടെ. നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത്, ആയത്തോതേണ്ടത് ഇസ്തിആനത്തുൽ ബിൽ ജിന്ന്, ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവുമില്ലാതെ മുത്ലഖൻ ജിന്നാണോ ശിർക്കാണ്. അള്ളാന്റെ ഖുർആൻ ആയത്തോതൻ നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനസ്മുലിയോട് ഫോൺ വിളിച്ച് ചോദിക്കണം. ഇനി അധികമൊന്നും സംസാരിക്കണം. 2-3 ചോദ്യം വന്നല്ലോ. ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറുപടി അപ്പൊ പറയാം. ആയത്തും അതനുസരിച്ച് അതിനുള്ള മറുപടി ചോദ്യങ്ങളും ഉണ്ടാവും. നിങ്ങളിപ്പോ ഉദ്ധരിച്ച പോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തന്നെയാണ് ഒന്നാമത്തെ ആയത്ത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഒന്നാമത്തെ ആയത്തിന് എല്ലാവരും കേട്ടല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയിട്ട് നിങ്ങളല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ വിശദീകരിച്ചിട്ടാന്ന് വായിക്കും. നിങ്ങളുടെ വിശദീകരണം പറ്റൂല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ജിന്നിന് മാത്രമല്ലോ, ഇൻസിനും ബാധകല്ലേ? ഇൻസിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാവോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഇങ്ങനെ കൊടുക്കുന്നത് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നിങ്ങൾ ഓതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ, സലഫി ലോകത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയിട്ട് ഇസ്തിആനത്തുൽ ബിൽ ജിന്ന് മുത്ലഖൻ ശിർക്കുൻ ബൈൻ എന്ന് പറഞ്ഞ ഒരൊറ്റ മുഫസ്സിറും പാടുന്നില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ, നിങ്ങളെ വാചകം പറ്റൂല, ലോകത്തുള്ള ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ ഉദ്ധരിച്ചായി പിന്നെ അടുത്ത നിങ്ങൾ വായിക്കണം. എങ്ങനെയുണ്ട്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കൊണ്ട് ജിന്നിനോട് അഭൗതിക ശക്തിയോട് ചോദിക്കൽ ശിർക്കാണ് എന്ന് കിട്ടണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു മുഫസ്സിർ പറയണം. നിങ്ങൾ പറഞ്ഞാ പോരാ. ഇതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ, പ്രാമാണിക പണ്ഡിതന്മാർ,
നിങ്ങളെ മുജാഹിദിനെ നേതാക്കൾ പോരട്ടോ. ലോകം അംഗീകരിച്ച പ്രാമാണിക പണ്ഡിതർ പറഞ്ഞിട്ടുണ്ടോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാകുന്നു എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ പേര് പറയാൻ ഇതുവരെ മുജാഹിദുകൾക്ക് സാധിച്ചിട്ടില്ല. ഇവർ ഈ ചോദിച്ച ഇതേ ചോദ്യവും മറുപടിയും തന്നെയാണ് മുജാഹിദുകളോട് നമുക്കും പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഒരൊറ്റ ആയത്തിലും സഹോദരങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ സർവ മഹാത്മാക്കളായ ആളുകളും ഇപ്രകാരം തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നത്. ഈ പറയുന്ന വിസ്ഡം സഹോദരങ്ങളോട് ചോദിച്ചു നോക്കുക. ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കാവുകയില്ല എന്ന് പറയുവാൻ അവർക്കും തെളിവ് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. സൂറത്തുൽ അൻആമിലെ ഒരു ആയത്താണ്, 128ാമത്തെ ആയത്താണ്. പരിശോധിച്ചു നോക്കുക. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തെറ്റായ ഒരു ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ഈ മുസ്ലിം സംഘടനകൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ആയത്ത് കിട്ടിയാൽ ഇങ്ങനെ റബ്ബിനെ സ്മരിക്കുവാൻ വേണ്ടി അല്ലാഹുവോ അല്ലാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്കും മറുപടിയുണ്ട്. അപ്പോൾ ഇവിടെ ബിദ്അത്തുകൾ ചെയ്യുവാൻ, ശിർക്കുകൾ ചെയ്യുവാൻ, ഖുറാഫാത്തുകൾ ചെയ്യുവാൻ തിന്മയുടെ വക്താക്കൾക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് തെളിവ്. നമ്മുടെ വിസ്ഡം സഹോദരങ്ങൾക്കും ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്നുള്ളതെന്നും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128ാമത്തെ ആയത്താണ് തെളിവ്. ഇവിടെ നിന്നുകൊണ്ടാണ്, ഈ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികളായ നമുക്ക് ഒരു ബാധ്യതയുണ്ട്. എന്താണ് ആ ബാധ്യത? ആ ബാധ്യത നാം നിർവഹിക്കണം സഹോദരങ്ങളെ. ഈ ഖാദിയാന് കൊണ്ടുവരുന്ന ആയത്ത്, ഈ വിസ്ഡം സഹോദരങ്ങൾ കൊണ്ടുവരുന്ന ആയത്ത്, അത് മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കണം. ഈ ആയത്ത് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ഈ പ്രവാചകൻ സ്വഹാബികളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? വംബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം സന്തോഷ വാർത്ത അറിയിക്കുന്ന അഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ വരാനുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞത് അത് പഞ്ചാബിൽ ജനിച്ച മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണോ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ആര് പഠിപ്പിക്കണം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? അഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ഞാനാണ്, മുഹമ്മദും മാഹയും മുസ്തഫയും ഞാനാണ്, എന്റെ മറ്റു പല പേരുകളാണ്. ഇനി മറ്റു ഏത് വിഷയങ്ങൾ വന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിനെ പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ എന്താണ് പഠിപ്പിച്ചത്? ഈ വിസ്ഡം സഹോദരങ്ങൾ പരിചയപ്പെടുത്തുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചോ ഇത് ജിന്നുകളോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന്? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇല്ലല്ലോ, ഒരു മുഫസ്സിറും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.